ഹലോ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഉള്ളൊരു സ്നാക്കുമായിട്ടാണ് കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാൻ പറ്റും, നല്ല വിശപ്പോടെയാണ് എണീക്കുന്നത് രാവിലെ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഹെൽത്തി ഓപ്ഷൻസ്, സ്നാക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് ഗ്രീക്ക് യോഗട്ടിൻ്റെ ഒരു ബോളാണ്. ഗ്രീക്ക് യോഗട്ടിൽ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നട്ട്സ് ആൻഡ് സീഡ്സ് ഇട്ടിട്ടുണ്ട്. വാൾനട്ട്സ് ഉണ്ട്, പിക്കാൻ നട്ട്സ് ഉണ്ട്, പിന്നെ ഹേസൽ നട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്താകുമ്പോഴത്തേക്കും കൂടുതൽ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ടാവും. പിന്നെ ബ്ലൂബെറീസ് ഇട്ടിട്ടുണ്ട്. ബ്ലൂബെറീസിൽ ആൻറ്റി ഓക്സിഡൻസിൽ ഭയങ്കര റിച്ചാണ് ബ്ലൂബെറീസ്. പിന്നെ കൊക്കോ പൗഡർ ആൻഡ് ഹണി ഫോർ ദി എക്സ്ട്രാ ഫ്ലേവർ. അപ്പം അതാണ് ഇന്നത്തെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ബോൾ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ ഗാർലിക് എഗ്സും പിന്നെ ഒരു സിമ്പിൾ സാലഡാണ് കേട്ടോ. കുറച്ച് സാലഡ് ലീവ്സ്, ആപ്പിൾ, പിന്നെ കിവി, പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് ഒലിവ് ഓയിൽ, സോൾട്ട്, പെപ്പർ ആൻഡ് കുറച്ച് ലൈം ജ്യൂസ്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാലഡ് ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ഒരു സൈഡിൽ കൂടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സാലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾസ്, ഒരു തോരനോ സ്റ്റിർ ഫ്രൈയോ എന്തെങ്കിലും. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു നേരമെങ്കിലും നല്ല നാടനായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കും കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് ലഞ്ചിനാണ് നമ്മൾ നല്ല ചൂട് ചോറും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് ആൻഡ് ബീൻസ് സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, മെഴുക്ക് വരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടുക് താളിച്ച് ക്യാരറ്റ് ആൻഡ് ബീൻസ് ഇട്ടു, പിന്നെ കുറച്ച് സോൾട്ട്, പെപ്പർ ആൻഡ് മഞ്ഞൾപ്പൊടി. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പീസുള്ള ഡിഷസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പയർ തോരനും കുറച്ച് ചിക്കൻ കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് സെറ്റായി. ഇന്ന് മിഡ് സമ്മർ ഡേ ആണ്. ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങി. പക്ഷേ എന്നത്തെ കൂട്ടല്ല, ഈ മിഡ് സമ്മർ നല്ല തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. വുഡ്സിനകത്ത് കയറിയപ്പോഴാണ് കുറച്ചെങ്കിലും ചൂട് കിട്ടിയത്. അതെ, ഇത്തവണത്തെ വിൻ്റർ അടിച്ച് പരത്തി കളഞ്ഞു. ജൂൺ വരെ ഒരു തണുപ്പുണ്ട്, പക്ഷെ മാറുമായിരിക്കും. ഇനി ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് മാറുമായിരിക്കും. അതെ, ഞങ്ങൾ നടക്കാൻ പോകുന്ന വുഡ്സിൽ മൊത്തം ബ്ലൂബെറി ബുഷസ് ആണ് കേട്ടോ. ഇപ്പോൾ ബ്ലൂബെറീസിൻ്റെ സീസണാണ്. അങ്ങനെ നിറയെ ബ്ലൂബെറീസ് ഓരോ സ്റ്റേജസിൽ നിൽക്കുന്നത് കാണാം കേട്ടോ. എന്ത് ഭംഗിയെന്നറിയോ. നടന്നിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ കൊതിയായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ മാഗ്നത്തിൻ്റെ യൂട്ടോപ്പിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്, ഡബിൾ ഹേസിൽ നട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താണ് കഴിക്കുന്നത്, ഒറ്റയ്ക്കല്ല. ഈ ഐസ്ക്രീം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കോട്ടിങ് ഉള്ളതാണ്. അതിന് മേലെ ഹേസിൽ നട്ടും പിസ്താഷ്യോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് അകത്ത് നല്ല ക്യാരമലും. അപ്പോൾ സൂപ്പറായിട്ട് സോൾട്ടി ആൻഡ് ഷുഗറി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. രാത്രി കൂടുതലൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കുറച്ച് ലെഫ്റ്റ് ഓവർ പുട്ടൻ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കോണി എന്ന് പറഞ്ഞിട്ട് ഒരു സ്നാക്ക് ബാർ മേടിച്ചായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഒരു പീനട്ട് ബട്ടർ ആൻഡ് സാദാ ബട്ടർ വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് സ്ലൈസും കൂടെ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.